നമുക്ക് ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ. ഇന്ന് നമ്മൾ ദിവ്യക്ഷേത്ര ദർശനത്തിലെ 14-ാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് സാർ വിവരിച്ചു തരാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ജയ പ്രാർത്ഥന. തീർത്ഥം പാപഹരം പവിത്രമറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധം അഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത്സുഖത്തിൻപദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീ നീലകണ്ഠൻ ഗുരു. തൃക്കാര്യൂരേശചിദ്വ്യോമക ശശധര പീയൂഷപാദപ്രസാര സ്വാർദ്രം ഹൃച്ചന്ദ്രകാന്തം വിദധതു സുതരാം അസ്മദീയം യമീഡ്യം ബുദ്ധ്വാത്മത്വേന ഭേദത്രയരഹിത നിരാലംബ സച്ചിൽ സുഖൈക്യ ബ്രഹ്മാകാരം വിമുക്തിം ക്വചിദിഹ മനുജോയാതി കച്ചിൽ സ്വസംസ്ഥാം. തൃക്കാര്യൂരേശ ചിദ്വ്യോമക ശശധര പീയൂഷധാര പ്രസാരാഃ സ്വാർദ്രം ഹൃച്ഛന്ദ്രകാന്തം വിദധതു സുതരാം അസ്മദീയം യമീഡ്യം ബുദ്ധ്വാത്മത്വേന വേദത്രയരഹിത നിരാലംബ സച്ചിത് സുഖൈക്യ ബ്രഹ്മാകാരം വിമുക്തിം കുചിതിഹ മനുജോ യാതി കശ്ചിത് സ്വസംസ്ഥം. തൃക്കാര്യൂരേശ ചിദ്വ്യോമക ശശധര പീയൂഷപാദപ്രസാരാഃ എന്ന ആ പ്രഥമ പാദം ഒറ്റ സമസ്ത പദമാണ്, ഒറ്റ പദമാണിത്. സ്വാർദ്രം ഹൃച്ഛന്ദ്രകാന്തം വിദധതു സുതരാം അസ്മദീയം യം ഈഡ്യം ബുദ്ധ്വാ ആത്മത്വേന ഭേദത്രയരഹിത നിരാലംബ സച്ചിത് സുഖൈക്യ ബ്രഹ്മാകാരം വിമുക്തിം ക്വചിത് ഇഹ മനുജഃ യാതി കശ്ചിത് സ്വസംസ്ഥാം എന്ന് പദച്ഛേദം. തൃക്കാര്യൂരേശ ചിദ്വ്യോമക ശശധര പീയൂഷ പാദപ്രസാരാഃ. തൃക്കാര്യൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കാര്യൂരിന്റെ ഈശൻ ആയി വർത്തിക്കുന്ന ചിദ്വ്യോമക ശശധര പീയൂഷധാര പ്രസാരാഃ. ചിദ്വ്യോമ ഗതനായിട്ടുള്ള ചിത്തിലെ വ്യോമം, ചിത്ത് എന്നുള്ളത് ഇവിടെ ഹൃദയത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഹൃദയ ആകാശം, ഹൃദയത്തിൽ ഒരു ശൂന്യമായ ഒരു സ്ഥലമുണ്ടത്രേ, ഒരു വാക്വം ഹൃദയത്തിലുണ്ട് എന്നാണ്. അവിടെ കുടികൊള്ളുന്ന ഒരു തേജസ്സാണ് നമ്മുടെ ആത്മാവായിട്ട് തിരുലിഖിതങ്ങളിൽ പറയുന്നത് ചിത്ത്. അപ്പൊ നമുക്കത് ഹൃദയം മുറിച്ചു നോക്കിയാൽ അത് കാണാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ നിവൃത്തിയില്ല. അപ്പൊ അവിടെ ഒരു തേജസ് ഉണ്ട് ഹൃദയത്തിൽ. നമുക്ക് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോഴും കുറെ വൈകാരികമാണ് അല്ലേ? നമ്മൾ ഹൃദയം എന്നുള്ള ആ പദം വളരെ എന്താണ്, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒന്നാണ്. അതായത് ഒരു കാർഡിയോളജിസ്റ്റ് പറയുന്ന ഹൃദയമല്ല വാസ്തവത്തിൽ ഒരു സാഹിത്യകാരൻ പറയുന്ന ഹൃദയം. കാരണം നമ്മൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇതൊക്കെ നമ്മൾ അന്ധകരണങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല മനഃശാസ്ത്രജ്ഞനും കൃത്യമായിട്ട് മനസ്സ് എവിടെ സ്ഥിതി ചെയ്യും എന്ന് പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതിലൊരു വൈകാരികതയുള്ള ഭാഗമാണ് നമ്മൾ ഹൃദയമായിട്ട് പറയുന്നത്. ആ ഹൃദയത്തിൽ
കുടികൊള്ളുന്ന ഹൃദയത്തിലുള്ള ഒരു വാക്വം, അവിടെ ഒരു ശൂന്യമായ സ്ഥലി, അവിടെയുള്ളതായ ഒരു തേജസ്, അതിനെയാണ് നമ്മൾ ഹൃദ്ഗതമായിട്ടുള്ള സൂര്യൻ എന്ന് പറയാറുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളതായ ചൈതന്യത്തെയാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഇപ്പൊ പറയാണ്, നിന്റെ രോഷം, നിന്റെ എന്താണ് അസ്തമയം വരെയും നിലകൊള്ളാൻ പാടില്ല. നിന്റെ കോപത്തിൽ സൂര്യൻ അസ്തമിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ബൈബിളില്. അപ്പൊ പലരും വിചാരിക്കുക, അപ്പൊ കോപിക്കുകയാണെങ്കിൽ നേരം വെളുക്കുന്നതിന് മുമ്പേ കോപിക്കുക, അസ്തമിക്കുന്നതിന് മുമ്പ് തീർന്നാൽ മതിയെന്ന്. പക്ഷെ അങ്ങനെയല്ല. അവിടെ എന്താണ്? നിന്റെ കോപത്തിൽ സൂര്യൻ അസ്തമിക്കരുത്. നമുക്ക് വാസ്തവത്തിൽ പറയാൻ പറ്റില്ല നമ്മളിൽ ആരുടെ സൂര്യൻ എപ്പോൾ അസ്തമിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിലുള്ള ആ സൂര്യനെ തന്നെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. അല്ലാതെ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന ആ ഒരു അവസ്ഥയെയല്ല, അഥവാ ആ പ്രതിഭാസത്തെയല്ല അവിടെ പറയുന്നത്. ഒരു നിമിഷം പോലും നമുക്ക് കോപിച്ചിരിക്കാൻ അവകാശമില്ല. മാനുഷിക പരിമിതി കൊണ്ട് നമുക്ക് കോപം ഉണ്ടായെന്ന് വരും. പക്ഷെ ആ കോപം എന്താകണം? അത് അപ്പോൾ തന്നെ നമ്മളിൽ നിന്ന് ദൂരീകരിച്ചുകൊണ്ട് നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നത് കോപത്തിലല്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടാക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെവിടം വരെ കാത്തിരിക്കാൻ പാടില്ല? മരണം വരെ കാത്തിരിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ എപ്പോ കോപിച്ചോ അത് കളയുക. പലപ്പോഴും അത് സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ടാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത് പോലെ, ബാലി പറയുന്നത് പോലെ പറയാനുള്ള അവസരം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ബാലി രാമന്റെ ശരമേറ്റ് ഭൂമിയിൽ കമിഴ്ന്ന് വീണ് കിടക്കുകയാണ് അല്ലേ ബാലി. അപ്പോഴും താര അവിടെ വരുന്നുണ്ട്. അങ്ങ് എന്നോടൊന്നും മിണ്ടുന്നില്ലല്ലോ, അത് സാരമില്ല, എന്നോടൊന്നും മിണ്ടണ്ട. പക്ഷെ നമ്മുടെ മകൻ അംഗദൻ ഇവിടെ നിൽക്കുന്നു. അവൻ വരുമ്പോ എപ്പോഴും അവനോട് നീ ദീർഘായുസ്സായിരിക്കൂ, ശ്രേയസ് ഉള്ളവനാകൂ എന്ന് അങ്ങന്ന് പറയാറില്ലേ? ഇതെന്താണ് ഇന്ന് അവനോടൊന്നും പറയാത്തത്? ചക്രവർത്തിക്ക്, രാജാവിന് രണ്ടാണ് പത്നിമാര് മിനിമം. ഒന്ന് അദ്ദേഹത്തിന്റെ പട്ടമഹിഷി, പിന്നെ ഒന്ന് ആരാണ്? ഭൂജാനിയാണ് രാജാവ്. ഭൂമിയാകുന്ന ജായയോട് കൂടിയവനാണ് ഭൂജാനി. അതാണ് നമ്മൾ കേട്ടിട്ടുണ്ട്, രാമ ജാനകി ജാനേ, യൂസഫ് അലി കേച്ചേരി എഴുതിയ സിനിമാ പാട്ടാണ്. ജാനകിയാകുന്ന ജായയോട് കൂടിയവൻ. അപ്പൊ ചക്രവർത്തിക്ക് എപ്പോഴും ആദ്യത്തെ പത്നി എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തേത് ഭൂമിയാണ്, പിന്നെയാണ് അദ്ദേഹത്തിന്റെ രാജ്യമാണ്, സാമ്രാജ്യമാണ്. അതുകൊണ്ടാണ് രാജ്യമാകുന്ന ജായയോട് കൂടിയവനാണ് രാജാവ്. പിന്നെ മഹിഷിയുമുണ്ട്. മഹിഷിയായ എന്നോട് മിണ്ടിയില്ലെങ്കിലും വിരോധമില്ല, അങ്ങ് ഭൂമിയെ ആശ്ലേഷിച്ചുകൊണ്ട് കിടക്കുന്നു അവിടെ, അപ്പോഴും എന്തുകൊണ്ടാണ് മകനോട് മിണ്ടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ചുറ്റുപാടും നോക്കിയാണ് ഭാര്യ പറയുന്നത് എന്താണ്? യുഗപദ്വിഹിതം താത ന മന്യേ സുഖമാവയൂഹു. താത, പ്രിയപ്പെട്ടവനെ സുഗ്രീവ, നമുക്ക് ഒന്നിച്ച് ഒരു സുഖം വിധി അനുവദിച്ചതില്ല എന്നെനിക്ക് തോന്നുന്നു എന്നാണ്. അപ്പോ ജീവിച്ചിരിക്കുമ്പോൾ മുഴുവൻ സഹോദരനോട് വിരോധം കൊണ്ട് നടക്കുകയും മരണസമയത്ത് എന്താണ്? കഷ്ടമായി പോയി, നമുക്കൊന്നിച്ചൊരു സുഖം വിധിച്ചില്ലടോ എന്ന് ഖേദപൂർവം പറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്നത്. അത് ഉണ്ടാകാൻ പാടില്ല. നേരത്തെ എന്ത് ചെയ്തോളണം? റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നത്, അനുരഞ്ജനം എന്ന് പറയുന്നത്. എപ്പോൾ കോപമുണ്ടായി, അവിടെ കോപമാണ് നമ്മുടെ എന്താണ്? ശത്രു എന്നാണ്, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുമെന്നാണ്. അരിവത് ശാതയതി, അരിയെപ്പോലെ നശിപ്പിക്കുന്നതാണ് ഈ കോപം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും എന്ത് പറയാറ്? അരിശം എന്ന് നമ്മൾ പറയാറുണ്ട്. അരിശം, കോപം. അരിശം എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ നമ്മൾ പറയുന്ന അരിശം, സംസ്കൃതത്തിൽ ക്രോധ, കോപ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അരിശം എന്ന് പറഞ്ഞാൽ അത് അരിയെപ്പോലെ ശാതനം ചെയ്യുന്ന പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അത് നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല അല്ലെ? കോപിച്ച് നടക്കുന്നവന് എന്താവും? ശരീരവും രോഗാവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പൂർണ്ണമായിട്ടും മാറ്റണം. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ ഭാവങ്ങളായിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ ഹൃദയത്തിനാണ് ആ ഒരു വൈകാരികതയുടെ ഭാഗമായിട്ട് നമ്മൾ
ഹൃദയത്തെ പറയും. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയങ്ങളെല്ലാം സമാനമായിരിക്കട്ടെ. സമാനോ മന്ത്ര സമിതി സമാനി സമാനം വസ്തുവോ മനഃ എന്ന് പറഞ്ഞിങ്ങനെ വന്നിട്ട് സമാന ഹൃദയാനിവഹ, നിങ്ങളുടെ ഹൃദയങ്ങൾ സമാനങ്ങളായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ വിചാര വികാരങ്ങൾ സമാനമായിരിക്കണം. എങ്ങനെ? യഥാവ സുസഹ ആസതി, നിങ്ങൾക്കെല്ലാവർക്കും നന്നായി സഹവസിക്കുവാൻ പറ്റുന്ന വിധത്തിൽ. അപ്പൊ ഹൃദയം ഓരോരുത്തരും സമാനമാക്കുമ്പോൾ എൻ്റെ സ്വാർത്ഥതയെ മുന്നിൽ കണ്ടുകൊണ്ടല്ല, നമുക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടി ഹൃദയം, വികാരങ്ങൾ സമാനങ്ങളാവണം, തുല്യതയിൽ നിൽക്കണം. അപ്പൊ സമൂഹം എന്തായിത്തീരും? സമാധാനത്തോടെ സഹവർത്തിക്കും. അപ്പൊ ഇവിടെ ആ ഒരു ഹൃദയത്തിൽ വർത്തിക്കുന്ന ആ ചൈതന്യത്തെയാണ് ഇവിടെ പറയുന്നത്. തൃക്കാര്യൂർ ഈശൻ എന്നുള്ള ചിത് വ്യോമക ശശധരൻ, ചിത്തിന്റെ വ്യോമം, ചിത്തിലുള്ള, അതായത് ഹൃദയത്തിലുള്ള ആ വ്യോമം, അതിലുള്ള ആ സ്പേസ്, അതിൽ വർത്തിക്കുന്ന സൂര്യൻ, ആ സൂര്യനെ ഇവിടെ ശശധരനാക്കി പറഞ്ഞിരിക്കുന്നു. ശശധരൻ, ശശം എന്ന് പറഞ്ഞാൽ മുയല് എന്നാണ് അർത്ഥം, മുയല്. അപ്പോ ചന്ദ്രക്കലയിൽ ഉള്ള ആ കല, ചന്ദ്രനിലുള്ള ആ കല, അതിനെ നമ്മൾ എന്തായിട്ട് പറയാറുണ്ട്? പലതായിട്ടും പറയാറുണ്ട് അല്ലെ? അംഗം കേബി ശശങ്കിരേ ജലനിധേ പങ്കം പരേമേനിരേ സാരംഗം കതിജിച്ച സംജഗതിരേ ഭൂഛായമൈച്ചൻ പരേ ഇന്ദൗ യദ്ദളിതേന്ദ്രനീലശകലശ്യാമം ദരീദൃശ്യതേ തത് സാന്ദ്രം നിശിപീതമന്ധതമസം കുക്ഷിസ്ഥമാചക്ഷ്മഹേ. പലരും പലതായിട്ട് പറയണം. എന്താണ്? അംഗം കേബി ശശങ്കിരി ജലനിധേഹ പങ്കം. ചിലർ പറയാണ് എല്ലാ ദിവസവും ഈ ചന്ദ്രൻ സമുദ്രത്തിൽ നിന്ന് ഉദിച്ച് സമുദ്രത്തിലാണ് അസ്തമിക്കുന്നത്. സമുദ്രത്തിൽ നിന്ന് പറ്റിയ ചളിയാണ് അതിലുള്ളതായ കളങ്കം എന്ന് ചിലർ പറയുന്നു. അംഗം കേബി ജലനിധേഹ പങ്കം. സാരംഗം, വേറെ ചിലർ എന്ത് പറയുന്നു? അത് സാരംഗമാണ്, അതൊരു മാനാണ് അതിനകത്ത് ഇരിക്കുന്നത്. ചിലരത് മുയലാണ് എന്ന് പറയുന്നത്. മുയലാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നത് ചന്ദ്രനെ ശശി എന്ന് പറയുന്നത്, ശശത്തോട് കൂടിയവൻ. നമ്മളെപ്പോഴും പല പാട്ടുകളിലൊക്കെ അത് പറയാറുണ്ട് അല്ലേ? പേടമാൻ കുഞ്ഞന്തേ മടിയിൽ പേടിച്ചിരിപ്പാണെന്ന് പറയുന്നിടത്ത് മാനായിട്ട് പറയുന്നു, വേറെ ചിലര് അതിനെ മുയലായിട്ട് പറയുന്നു. അപ്പോ എന്താണ്? സാരംഗം കതിജിച്ച സംജഗതിരി ഭൂഛായമൈച്ചൻ വരെ. വേറെ ചിലര് കുറെ കൂടെ എന്താണ് ശാസ്ത്രീയമായി വന്നിട്ട് അത് ഭൂമിയുടെ ഛായയാണ്, ഭൂമിയുടെ നിഴലാണ് ചന്ദ്രനിൽ ഉള്ളത് എന്ന് പറയുന്നു. അംഗൗ ഇന്ദൗ യത് ദളിത ഇന്ദ്രനീല ശകലശ്യാമം ദരീദൃശ്യതേ തത് സാന്ദ്രം നിശിപീതമന്ധതമസം കുക്ഷിസ്ഥമാചക്ഷ്മഹേ. വേറെ ചിലർ പറയുന്നത് രാത്രിയിലെ അന്ധകാരത്തെ മുഴുവൻ ഈ ചന്ദ്രനാണല്ലോ പാനം ചെയ്യുന്നത്. ആ പാനം ചെയ്ത അന്ധകാരം ചന്ദ്രന്റെ ഉദരത്തിൽ കിടക്കുന്നതാണ് എന്ന് വേറെ ചിലരും പറയുന്നു. ഇങ്ങനെ പല പല വിധത്തിൽ ഇതിനെ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും എന്താണ് അതിൽ ഒരു കളങ്കമെന്നോ ഒരു അടയാളമെന്നോ, അത് മാനായിക്കൊള്ളട്ടെ മുയലായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ, അത് ചൊല്ലാർന്നോരഴകല്ലയോ പനിമതിക്ക് അംഗം കറുത്തെങ്കിലും എന്ന് വള്ളത്തോൾ കാളിദാസന്റെ വരികളെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. കാളിദാസൻ അതിനെ പറഞ്ഞത് എന്താണ്? കാളിദാസൻ പറഞ്ഞു അത് ഒരു കളങ്കമാണ് എന്ന് പറഞ്ഞു. കളങ്കമാണെങ്കിലും അതൊരു ശോഭ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. വള്ളത്തോൾ അതിനെ തർജ്ജമ ചെയ്തപ്പോൾ അവിടെയാണ് വള്ളത്തോളിന്റെ ആ തർജ്ജമ. ഞാൻ പലപ്പോഴും നമ്മുടെ സുകുമാരൻ സാറിന്റെ തർജ്ജമ കേൾക്കുമ്പോൾ ഇത് ഓർക്കാറുണ്ട്. എന്താണ് അത്? അത് കറുത്ത അടയാളമാണ്, കളങ്കമാണെങ്കിലും അത് ശോഭ നൽകുന്നു എന്ന് കാളിദാസൻ പറഞ്ഞപ്പോൾ വള്ളത്തോൾ പറഞ്ഞത് എന്താണ്? ചൊല്ലാർന്നു ഒരഴകല്ലയോ പനിമതിക്ക് അംഗം കറുത്തെങ്കിലും. അപ്പൊ അതൊരു അഴകല്ലയോ എന്നുള്ള ലോകപ്രസിദ്ധിയെ കാണിക്കുമ്പോൾ ആർക്കാണത് അറിഞ്ഞുകൂടാത്തത് എന്ന് ചോദിക്കുന്ന വള്ളത്തോളിന്റെ ആ സഹൃദയത്വം അല്ലെ? ചിലപ്പോൾ ചിലർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ദി ട്രാൻസ്ലേറ്റർ എക്സൽസ് ദി ഒറിജിൻ എന്ന്. ഒറിജിന്റെ മുകളിൽ പോകുന്ന ട്രാൻസ്ലേഷൻ നമുക്ക് അവിടെ
കാണാൻ സാധിക്കും. അതെന്തു ആകട്ടെ, എന്താണെങ്കിലും ലോകത്തിന് മുഴുവൻ നയനാനന്ദകരമായിട്ടുള്ള ആ സോമദർശനം പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും അമ്പിളി അമ്മാവനിലേക്ക് കൈയൊന്ന് നീട്ടിയിട്ടുണ്ടാകും. എന്തിനു വേണ്ടിയിട്ട്? ആ മാൻകുഞ്ഞിന് അല്ലെങ്കിൽ ആ ശശത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് അവിടെ ശശമായിട്ട് തന്നെ എന്താണ് അത് സൂര്യൻ എന്ന് പറയാതെ ശശം എന്ന് പറഞ്ഞത് എന്തിനാണ് തീർത്ഥപാദർ എന്നതും കൂടെ നമുക്ക് നോക്കാം. ശശധര പീയൂഷ പാദപ്രസാരാഹ, ആ ശശധരന്റെ പീയൂഷ പാദപ്രസരങ്ങളാണ്. പീയൂഷം അമൃത്, അമൃതമയമായിട്ടുള്ള പാദപ്രസാരങ്ങളാണ് ഉള്ളത്. അപ്പോ സൂര്യനിലേക്ക് നമ്മൾ വന്നാൽ സൂര്യൻ ഉഷ്ണകിരണാണ്, തിഗ്മരശ്മിയാണ്, അതീവ തീക്ഷണങ്ങളായിട്ടുള്ള രശ്മികളോട് കൂടിയവനാണ് സൂര്യൻ. ആ പ്രതാപത്തിന്റെ ആധിക്യത്തിൽ നമുക്കതിനെ നോക്കാൻ പോലും സാധ്യമല്ല. സൂര്യന്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴും അറിയുന്നുണ്ടെങ്കിലും സൂര്യനിലേക്ക് നമ്മൾ ആരും തന്നെ നോക്കാറില്ല. ഒരുപക്ഷെ ഉദയസൂര്യനെ നോക്കും, അല്ലെങ്കിൽ അസ്തമയ സൂര്യനെ നോക്കും. ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുമ്പോഴല്ലാതെ സൂര്യനെ നമുക്ക് നോക്കാൻ പോലും സാധ്യമല്ല. അത്രമാത്രം പ്രതാപമാണ് മാർത്തണ്ഡദേവന് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നമ്മളോട് ഇണങ്ങുന്ന, നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ആ ഉഗ്രമായ പ്രതാപത്തെക്കാൾ കൂടുതൽ നമുക്കെപ്പോഴും എന്താണ്, നമ്മളെ തണുപ്പിക്കുന്ന ആ ശീതരശ്മി അമൃതകിരണനാണ് നമുക്ക് പഥ്യമായിരിക്കും. ഉഗ്രപ്രതാപനായ ദേവന്റെ അടുത്ത് പോകുന്നതിനേക്കാളും എന്താണ്, നമുക്കൊരു സാന്ത്വനമായി നമ്മളെ കുളിർപ്പിക്കുന്ന, മനസ്സിനെ തണുപ്പിക്കുന്ന ആ ദേവരൂപമാണ്, സ്വരൂപമാണ് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നത് എന്നതുകൊണ്ടാണ് അവിടെ എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്, അവിടെ അമൃതകിരണനായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൃക്കാരൂർ ദേശത്ത് വർത്തിക്കുന്നതും വാസ്തവത്തിൽ എന്താണ്, ചിത്താകുന്ന നമ്മുടെ ഹൃദയമാകുന്ന ആ ക്ഷേത്രത്തിൽ വർത്തിക്കുന്നതായ ശശധര പീയൂഷപാദ പ്രസാരാഹ, ആ ശശധരന്റെ, ആ ചന്ദ്രന്റെ പീയൂഷമയമായിട്ടുള്ള അമൃതമയമായിട്ടുള്ള പാദപ്രസാരം. പാദം എന്താണ്? കാല്. ഇവിടെ കാലെന്ന് പറഞ്ഞാലും കൈ എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിക്കുന്നത്. പാദം, അത് ചന്ദ്രന്റെ പാദങ്ങൾ അഥവാ ചന്ദ്രന്റെ കരങ്ങൾ. എന്തായാലും എന്താണ്? കിരണങ്ങളാണ്. പാദമാകുമ്പോൾ അത് സഞ്ചരിക്കാനായിട്ട് ഗമനശീലത്തെ കാണിക്കുന്നതാണ് പാദം. കരമാകുമ്പോഴോ ദാനമാണ്, അല്ലെ? നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ പറയാറുണ്ട്, പഞ്ച കർമ്മേന്ദ്രിയങ്ങൾ: വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, അല്ലെ? വാക്ക് നമുക്ക് എന്താണ്? ആശയവിനിമയത്തിനുള്ളതാണ് വാക്ക്. പാണി ദാനാദാനങ്ങൾക്കാണ്, കൊടുക്കാനും വാങ്ങാനുമുള്ളതാണ്. പാദം ഗമനാഗമനങ്ങൾക്കാണ്. പായു വിസർജനത്തിനുള്ളതാണ്, അല്ലെ? വിസർജനം വളരെ പ്രധാനമാണ്. വിസർജനമില്ലെങ്കിൽ എന്താണ്? എഞ്ചിൻ നിന്ന് പോകും, അല്ലെ? ഒരു കാറിന്റെ ആ സൈലൻസർ നമ്മൾ പുക പുറത്തേക്ക് പോകുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് അടച്ചു പിടിക്കുക, എഞ്ചിൻ നിന്ന് പോകും. അപ്പോ വളരെ പ്രധാനമാണ് എന്ത്? വിസർജനം എന്ന് പറയുന്നത്. അതിനെ ഒരിക്കലും നമ്മൾ എന്തായിട്ട് കാണരുത്, വില കുറഞ്ഞ് കാണാൻ പാടില്ല. പക്ഷെ ആ വിസർജനം എന്ന് പറയുന്നിടത്ത് നമ്മൾ പലർക്കും അതിന്റെ വ്യാഖ്യാനത്തിൽ തെറ്റു വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ആ വ്യാഖ്യാനം, വനമാല വ്യാഖ്യാനം, അതിൽ പോലും ഒരു തെറ്റ് അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ വലിയ ആചാര്യന്മാരാണത് എഴുതിയിട്ടുള്ളത്. അപ്പൊ പായുവിനെ അവിടെ മലവിസർജനവും ഉപസ്ഥത്തെ മൂത്രവിസർജനവുമായിട്ട് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നില്ല അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് എന്നുള്ളത്. വായു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ വിസർജനത്തിന്റെ എല്ലാ ഫാക്കൽറ്റിയും അതിൽ അടങ്ങിയിട്ടുണ്ട്. എപ്പോഴും വിസർജനം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറിന്റെ എഞ്ചിൻ എപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പോൾ തുടങ്ങുന്ന ആ എമിഷൻ അതെവിടെയാണ്? അത് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ മാത്രമേ അത് നിൽക്കുന്നുള്ളൂ. അപ്പൊ ചെറിയ തോതിലാണെങ്കിലും അതെന്തുണ്ട്? അതിന്റെ എമിഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ മലവിസർജനം നടക്കുന്നുണ്ട്, മൂത്രവിസർജനം, ഇത് രണ്ടും പെട്ടെന്ന് പോകാതെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പ്രകൃതിയുടെ വലിയ സംവിധാന കൗശലം. അതവിടെ നിർത്തുന്നു. എന്നാലോ എപ്പോഴും വിയർപ്പ്
ചെറിയ തോതിലെങ്കിലും നമ്മളിൽ നിന്ന് പുറന്തള്ളിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്നാനം കഴിഞ്ഞിങ്ങ് വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്കൊക്കെ വരുമ്പോൾ വീണ്ടും ദേഹശുദ്ധിയെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്, വായു എന്ന് പറയുന്നത് വിസർജനത്തിന്റെ എല്ലാ ഫാക്കൽറ്റികളും കൂടിയതിനെയാണ് വായു എന്ന് പറയുന്നത്. അപ്പോൾ ഉപസ്ഥം എന്താണ്? ഉപസ്ഥം പ്രജനനമാണ്. ആ പദവും അത് തന്നെയാണ്. ഉപതിഷ്ഠതി, ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഉപസ്ഥം, സ്ഥ എന്താണ്? സ്ഥിതിയാണ് അല്ലെ? സ്ഥാധാതു, ഇംഗ്ലീഷിൽ പറയുന്ന സ്റ്റാൻഡ്, നിലകൊള്ളുക. ഏറ്റവും അടുത്ത് വരുന്നത് എവിടെയാണ്? അടുത്ത് വരുന്നത് സൃഷ്ടി നടക്കുന്നത് തന്നെ എവിടെയാണ്? പ്രകൃതി പുരുഷ സംയോഗം കൊണ്ടാണ്. അഥവാ പുരുഷനും സ്ത്രീയും ജീവിത പങ്കാളിയും രണ്ടും കൂടെ ഒരു ശരീരമാണ് ശരിക്കും. അർദ്ധനാരീശ്വര സങ്കല്പം. നമ്മള് ശിവനും പാർവതിയും അല്ലെ, രണ്ടും എന്താണ്? ഒരൊറ്റ ശക്തി രണ്ടായി നിലകൊണ്ടു. അതിൽ മനോഹാരിണിയായി വർത്തിച്ചത് ഇടതുഭാഗമാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയാൻ തുടങ്ങി? മനോഹരമായ ഭാഗത്തെ മനോഹരം എന്ന അർത്ഥത്തിലാണ് നമ്മൾ വാമഭാഗം എന്ന് പത്നിയെ പറയുന്നത്. അത് ഇടത്തായപ്പോൾ വാമഭാഗം പിന്നെ എന്തായി തീർന്നു? അത് പിന്നീട് ഇടതുഭാഗമായി തീർന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് പത്നിയെ വാമഭാഗം, നമ്മുടെ മനോഹരമായ ഭാഗം എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇംഗ്ലീഷുകാർ എന്ത് പറയുന്നത്? ബെറ്റർ ഹാഫ്. അവർ കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് പറഞ്ഞു? അതാണ് മനോഹരം. ആരല്ല? ശിവനല്ല. ശിവന്റെ രൂപം നോക്കൂ, ആകെ എന്താണ്? ജടയും അല്ലെ, ദേഹത്തിലെ ഭസ്മം. എന്ത് ഭസ്മമാണ്? ചുടലയിലെ ഭസ്മം. നോക്ക, എന്തൊരു വികൃതമായ രൂപമാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ നമുക്ക് നമ്മുടെ ഭക്തി കൊണ്ട് നമ്മൾ അതിലെ ആ വൈകൃതം മനസ്സിലാക്കുന്നില്ലെന്ന്. പക്ഷെ ദേവിയോ എത്ര സുന്ദരിയാണ് ആ ദേവി. അപ്പൊ മനോഹരമായ ഭാഗം എന്നർത്ഥത്തിൽ നമ്മൾ വാമഭാഗം എന്ന് അവിടെ പറഞ്ഞു. ഇത് രണ്ടും ഒന്നാകുന്നിടത്താണ്. ഈ അർദ്ധനാരീശ്വര സങ്കല്പമാണ് ബൈബിളിലും പറഞ്ഞത്. എന്താണ്? പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവൻ ആര് വേണം? അവനൊരു തുണ വേണം. അതുകൊണ്ട് അവന്റെ ഒരു വാരിയല്ലെടുത്ത് എന്താക്കി? സ്ത്രീയാക്കി എന്നാണ് പറയുന്നത്. അവിടെ അർത്ഥം എന്താണ്? ആ സ്ത്രീയും കൂടെ കൂടുമ്പോഴാണ് പുരുഷൻ പൂർണ്ണനാകുന്നത് എന്നാണ് അവിടെയും അർത്ഥം വരുന്നത്. അപ്പൊ ബൈബിളിൽ പറയുന്ന അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഹവ്വയുടെ സൃഷ്ടിയിൽ പറയുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇതൊക്കെ ഒരൊറ്റ സത്യത്തെ പല വിധത്തിൽ ആവിഷ്കരിക്കുന്നതാണ് അല്ലെ. ഏകം സത് വിപ്രാഹ ബഹുധാവദന്തി. ഒരൊറ്റ സത്യത്തെ വിപ്രന്മാർ പല വിധത്തിൽ പറയുന്നു, പണ്ഡിതന്മാർ പറഞ്ഞു തന്നിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ പുരുഷൻ ഉപസ്ഥിതി ചെയ്യുന്നു, സ്ത്രീയുമായി ഏറ്റവും അടുത്തു വരുന്നത് എന്തുകൊണ്ടാണ്? ഉപസ്ഥം കൊണ്ടാണ്. സ്ത്രീയും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? ഉപസ്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തല്ല, ഓരോ വിശേഷണവും നാം നോക്കുമ്പോൾ അത് മൂത്രവിസർജനേന്ദ്രിയമല്ല എന്നുള്ള ആ സത്യം നമുക്ക് കൂടുതൽ കൂടുതൽ ഉറച്ച് വരികയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ നമ്മൾ പറയുന്നത് പോലെ ഈ ഗമനാഗമനങ്ങളും ദാനാഗമനങ്ങളും ആദാനങ്ങളും, ആദാനം സ്വീകരിക്കലാണ്, ദാനാദാനങ്ങളും ഒക്കെ പോലെ അഥവാ അതിനേക്കാൾ പ്രാധാന്യമാർന്നതാണ് എന്ത്? പ്രജനനം. അപ്പൊ ആ പ്രജനനത്തിന് നമുക്കൊരു ഇന്ദ്രിയമില്ലെന്ന് വരാൻ പാടുണ്ടോ? ഇല്ല, അതൊരിക്കലും പാടില്ല എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. ഇരിക്കട്ടെ. അപ്പോൾ അപ്രകാരം അപ്പൊ അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? സൃഷ്ടി നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഈ പുണ്യ പീയൂഷ പാദപ്രസാരങ്ങൾ, അപ്പൊ ഈ പാദം എന്തിനു വേണ്ടിയിട്ടാണ്? അതിന് പ്രസരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹസ്തമാണെങ്കിലോ അതിനെ ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ചന്ദ്രന്റെ ചന്ദ്രമണ്ഡലത്തിന്റെ, അവിടെ ചന്ദ്രൻ കല എന്ന് പറയുന്നതിനേക്കാളും ചന്ദ്രമണ്ഡലം പൂർണ്ണമായിട്ടുള്ള സകലൻ ആണ്. എല്ലാ കലയോടും കൂടിയതാണ് സകലം. ഒരു കല നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്ത് പറയും? വികലം എന്ന് പറയും അല്ലെ. അങ്ങനെയാണ് സാകല്യം. സാകല്യം എന്താണ്? പൂർണ്ണത. വൈകല്യം എന്താണ്? വികലത. അപ്പൊ സാകല്യത്തിന്റെ വിപരീതമാണ് വൈകല്യം എന്ന് പറയുന്നത്. ഒരു വൈകല്യവുമേശാതെ ആ ഹൃദയത്തിൽ വർത്തിക്കുന്ന ചന്ദ്രമണ്ഡലത്തിന്റെ
തണുപ്പിക്കുന്ന, നമ്മുടെ മനസ്സിന് ശാന്തിയേകുന്ന ആ കിരണങ്ങളുടെ പ്രസാരങ്ങൾ. അസ്മദീയം ഹൃച്ചന്ദ്രകാന്തം സുതരാം സാർദ്രം വിദദതു. ആർദ്രം വിദദു. ആ ചന്ദ്രന്റെ കരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വർത്തിക്കുന്ന ഹൃച്ചന്ദ്രകാന്തം. നമ്മുടെ ഹൃദയത്തിൽ ഒരു ചന്ദ്രകാന്തവുമുണ്ട്. നമ്മുടെ ഹൃദയം ചന്ദ്രകാന്തമയങ്ങളാണ്. അപ്പൊ എന്താണ്? ആ ചന്ദ്രൻ എന്താക്കുന്നു? ചന്ദ്രന്റെ രശ്മിയിൽ ചന്ദ്രകാന്തം ഉരുകുന്നു. ആ ചന്ദ്രനോട് എന്താണ്? ഐക്യപ്പെടുന്നതിന് വേണ്ടി ചന്ദ്രകാന്തം എന്ത് ചെയ്യുന്നു? ഉരുകുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ചന്ദ്രനെന്നും നമ്മുടെ ഹൃദയം എന്താണ്? ചന്ദ്രകാന്തവും ആകുന്നത്. അത് എന്താണ്? വിലയം പ്രാപിച്ച് എന്താകണം? ഒന്നായിത്തീരണം, ആർദ്രീഭവിക്കണം. നമ്മളെ എന്തിലേക്ക് എത്തിക്കുകയാണ്? നമ്മളെ കൈവല്യം എന്നുള്ള കേവലം ഒന്നായിത്തീരുക. അതാണല്ലോ കൈവല്യം എന്ന് പറയുന്നത്. അതിനായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്കൊരു നിർവൃതി ഉണ്ടാകണം, നിർവൃതമായി തീരുക. നിർവൃതി എന്ന് പറയുന്നത് എന്താണ്? ആവൃതിയുടെ വിപരീതമാണ് നിർവൃതി എന്ന് പറയുന്നത്. നമ്മളിലുള്ളതായ ചൈതന്യം ആവൃതമായിരിക്കുന്നു. നമ്മുടെ മാനുഷികമായ പരിമിതിയിൽ അത് ആവൃതമാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഞാനെന്നും പരനെന്നും ഉള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകുന്നത്. അതിൻ്റെ വിപരീതം എന്താണ്? പരന്റെ വിപരീതം എന്താണ്? അപരൻ എന്നാണ്. എന്താണ്? പദങ്ങൾ അല്ലേ? കുമാരനാശാൻ പറയുന്നത് പോലെ ഇന്ന് ഭാഷ ഇത് അപൂർണമങ് ഇങ്ങഹോ വന്നു പോവും പിഴയും അർത്ഥശങ്കയ എന്ന് പറയുന്നത് അന്വർത്ഥമായി തീരുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. പരൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് കുട്ടി ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അർത്ഥം അപരൻ എന്നാണ്. അപരൻ എന്ന് പറഞ്ഞാൽ അതർത്ഥം പരൻ അല്ലാത്തവൻ എന്നാണ്. പരൻ അർത്ഥം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പരൻ അല്ലാത്തവൻ എന്നാണ്. അവിടെയും എന്താണ്? ഇവിടെയാണ് നമ്മൾ ഈ പദങ്ങൾ നോക്കുമ്പോൾ, സംസ്കൃത ഭാഷയിലെ പദങ്ങൾ നോക്കുമ്പോൾ, എന്തുകൊണ്ടാണ് സംസ്കൃതം ശരിക്കു പഠിച്ചവർ ആസ്തിക്യ ബുദ്ധിയിലേക്ക് വരുന്നത്, ഈശ്വര ചിന്തയിലേക്ക് വരുന്നത്? അതിലെ പദങ്ങൾക്കെല്ലാം എന്തുണ്ട്? അതിനെല്ലാം ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു അടിപ്പാളി, എ സബ്സ്ട്രാറ്റം ഓഫ് ഫിലോസഫി എന്ന് വേണമെങ്കിൽ പറയാം. എ ഫിലോസോഫിക്കൽ സബ്സ്ട്രാറ്റം ഈസ് there under each and every word. ഓരോ വാക്കിന്റെയും അടിയിൽ തത്വശാസ്ത്രപരമായ ഒരു അടിപ്പാളിയുണ്ട്. അതിലാണ് ഇതെല്ലാം അധിഷ്ഠിതമായിരിക്കുന്നത്. അപ്പോഴെന്താണ്? പരൻ എന്ന് നമ്മൾ പറയുന്നത് അപരനാണ്. അതായത് നിന്നിലുള്ള ഈ ചൈതന്യം തന്നെയാണ് നീ അപരൻ എന്ന് പറയുന്നവനിലുമുള്ളത്. വാസ്തവത്തിൽ എന്തല്ല, നിന്റെ ഈ മാനുഷികമായ ഈ പരിമിതിയെ, ഈ ആവൃതിയെ മാറ്റിയാൽ എന്താ? ഈ ആവൃതി ഇല്ലാത്തത് നിർവൃതി. ആ നിർവൃതി വരുമ്പോ എന്താണ്? അവിടെ പരനും അപരനും ഇല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അപരൻ എന്നും പരൻ എന്നും പറയുന്നത്. അപ്പൊ നമ്മൾ വ്യവഹാരത്തിന് വേണ്ടി മാത്രം അപരൻ എന്നൊരു പദം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരും എന്താണ്? എല്ലാവരും വ്യക്തികളാണ്. വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമാക്കുന്നവയാണ്. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ അവനിൽ ഒരു ചൈതന്യമുണ്ട് എന്നതാണ് നമുക്ക് വ്യക്തമാക്കപ്പെടുന്നത്. അങ്ങനെ ചൈതന്യത്തെ വ്യക്തമാക്കുന്നവരെയൊക്കെ വ്യക്തികളെന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ വ്യവഹാര ദശയിൽ നിന്നും വിട്ട് കുറെ കൂടെ അപ്പുറം അതിൻ്റെ ആ തത്വശാസ്ത്ര തലത്തിലേക്ക് നാം ഉയരുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് ബോധ്യമാകും. അപ്പോൾ അതിനായി ഈ ചന്ദ്രന്റെ പാദപ്രസാരം അതിനെ നാം ഏൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ചന്ദ്രകാന്തം എന്താകണം? അത് ഉരുകണം. ആ ചന്ദ്രകാന്തം സുതരാം, സു എന്ന് പറഞ്ഞാൽ സുഷ്ടു, നന്നായിട്ട്. സുതരാം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ നന്നായിട്ട്, കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് വരികയാണ്. നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി? എന്താകുന്നു? അത് സൂപ്പർലേറ്റീവിന്റെ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതായി നാം
കാണുന്നുണ്ട്. ഇതാ വീണ്ടും സുതരാം. സുതരാം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ, നന്നായിട്ട്, അധികമായിട്ട് എന്നർത്ഥം. സംസ്കൃതത്തിൽ ഈ കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം. നമ്മൾ സാധാരണ തരതമ ഭാവം കാണിക്കുക, തരം തമം, ഇതിനാണ് നമ്മൾ താരതമ്യം എന്ന് പറയുന്നത്. തരതമത്തിന്റെ ഭാവം അല്ലെ. ഒന്ന് എന്താണ് നല്ലത്, സുഷ്ടു. പിന്നെന്താണ് അതിനേക്കാൾ കൂടുതൽ നല്ലതാവുമ്പോൾ സുതരം, ഏറ്റവും കൂടുതൽ നന്നാവുമ്പോൾ സുതമം അല്ലെ, തരതഭാവം. ഇതിൽ നിന്നാണ് താരതമ്യം വന്നത്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാൻ, രണ്ടെണ്ണത്തെ കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ എണ്ണത്തെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ഇത് ഉപയോഗിക്കാറ്. പക്ഷെ സംസ്കൃതത്തിൽ അത് ഈ വെർബിന് മാത്രമല്ല, എന്താണ് ഇവിടെ നാമങ്ങൾക്കും ക്രിയകൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കും അല്ലേ. ഇപ്പൊ പദ്ധതി അല്ലെങ്കിൽ വിശേഷണങ്ങൾക്ക് എന്താണ് നമ്മൾ സാധാരണ പറയുമ്പോൾ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ എന്താണ് വേറെ ഒരെണ്ണത്തിൽ ER EST ഒക്കെ പറയാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ലോങ്, ലോങ്ങർ, ലോങ്ങസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. ടോളർ, ടോളസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിലാണ് മോർ ഉപയോഗിക്കുക, മോർ, മോസ്റ്റ് എന്നൊക്കെ ഉപയോഗിക്കുക. സംസ്കൃതത്തിൽ ഇങ്ങനെ രണ്ടുണ്ട്, ഒന്ന് തരം, ഒന്ന് തമം എന്ന് ഉപയോഗിക്കും, തരതമ പ്രത്യയങ്ങൾ. അല്ലെങ്കിൽ എന്താണ് ES ഇഷ്ടന് അല്ലെ, ESഉം ഇഷ്ടനും ഒക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. ഇഷ്ട എന്ന് പറയുമ്പോൾ എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയി. പക്ഷേ അത് ഉപയോഗിക്കുന്നതോ ഇപ്പൊ നമ്മൾ പറയാൻ രണ്ട് കുട്ടികൾ ഇരിക്കുന്നതിൽ ഇവരിൽ ആരാണ് അങ്ങയുടെ മകൻ എന്ന് ചോദിക്കുമ്പോൾ കതരഹ തേ പുത്രഹ. രണ്ട് കുട്ടികൾ ഇരിക്കുന്നതിൽ കതരഹ തേ പുത്രഹ, ഈ രണ്ടിൽ ആരാണ് അങ്ങയുടെ പുത്രൻ. നേരെ കുറിച്ച് കൂടുതൽ കുട്ടികൾ ഇരിക്കേണ്ട എങ്കിൽ എന്താണ് ചോദിക്കുക, കതമഹ തേ പുത്രഹ, യേശു കതമഹ തേ പുത്രഹ. നോക്കൂ, അവിടെ പോലും എന്ത് ഉപയോഗിച്ചു, തമപ്പ്, തമപ്പ് പ്രത്യയങ്ങൾ ഉപയോഗിച്ചു അല്ലേ. ഇനി അഹം പചാമി, ഞാൻ പാകം ചെയ്യുന്നു, ഞാൻ ഭക്ഷണം പാകം ചെയ്യും. സ്വസാ പചതി തരാം, ഞാൻ പാകം ചെയ്യുന്നതിനേക്കാൾ നന്നായി എൻ്റെ സഹോദരി പാകം ചെയ്യും. സ്വസാ പചതി തരാം, തരപ്പ് പ്രത്യയ ഉപയോഗിക്കുന്നത്, കൂടുതൽ നന്നായിട്ട് എൻ്റെ സഹോദരി പാകം ചെയ്യും. മാതാ പചതി തമാം, എന്നാൽ എല്ലാവരേക്കാളും നന്നായിട്ട് അമ്മ പാകം ചെയ്യും. പചതി തമാം. നോക്കൂ, ഈ തരതമ പ്രത്യയങ്ങൾ എത്ര വ്യാപകമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കുക. ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ESഉം ഇഷ്ടനും ഒക്കെ വരുന്നത്. ചിലടത്ത് രണ്ടും കൂടി അങ്ങോട്ട് ചിലപ്പോൾ പ്രയോഗിക്കേണ്ടി വരും. ഇംഗ്ലീഷിൽ അങ്ങനെ പ്രയോഗിക്കാറുണ്ട് അല്ലേ. മോർ ബെറ്റർ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ടെമ്പസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, യുവർ ഫാദർ വാസ് ഇൻ എ മോർ ബെറ്റർ കണ്ടീഷൻ. നിന്റെ അച്ഛൻ പിന്നെ ബെറ്റർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പോരെ, പോരാ, അർത്ഥം കൂടുതൽ എന്താണ്, ടു ഇംപ്ലൈ മോർ എംഫസിസ് ടു ദ മീനിങ്. എന്താ ചെയ്യുന്നത്, കമ്പാരിറ്റീവ് ഡിഗ്രി മോഡിൽ വീണ്ടും കമ്പാരിറ്റീവ്, യുവർ ഫാദർ വാസ് ഇൻ എ മോർ ബെറ്റർ കണ്ടീഷൻ, ഹി ന്യൂ ഹും ടു പ്രൊമോട്ട് ആൻഡ് ഹും ടു ചെക്ക് ഫ്രം ഗോയിങ് ടു മച്ച് ഹൈ. അങ്ങനെ ഒരു നല്ല പൊസിഷനിൽ ഇരുന്ന ആളാണ് നിന്റെ അച്ഛൻ എന്ന് പറയാൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇരിക്കട്ടെ. അപ്പോ സുആർദ്രം, നന്നായി ആർദ്രമാക്കട്ടെ, ആർദ്രതരമാക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർദ്രതമം ആക്കട്ടെ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. സുതരാം, ഏറ്റവും നന്നായി, അതിന് സുആർദ്രം, സുതരാം കഴിഞ്ഞിട്ട് വീണ്ടും സുആർദ്രം, നന്നായി ആർദ്രമായി തീരട്ടെ. എന്തിനു വേണ്ടിയിട്ടാണ്, വിലയം പ്രാപിക്കുന്നതിന് പര്യാപ്തമായ വിധത്തിൽ, വിശേഷേണ ലയം പ്രാപിക്കുക, വിലയം. അപ്പോ അങ്ങനെ സ്വാർദ്രം വിദധതു, അങ്ങനെ ആക്കി തീർക്കട്ടെ, സുആർദ്രമാക്കി അതിനെ മാറ്റട്ടെ. ഇനി ആ തേജസ് അത് എങ്ങനെയുള്ളതാണ് എന്നും കൂടെ പറയാണ്. ഭേദത്രയരഹിത നിരാലംബ സച്ചിത് സുഖൈക്യ ബ്രഹ്മാകാരം, ആയ ബ്രഹ്മാകാരമായി ഈഡ്യനായിരിക്കുന്ന ആ തേജസ് എന്താണ്, ഭദ്ര ഭേദത്രയരഹിതം, ഭേദത്രയരഹിതം. ഭേദത്രയരഹിതം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിട്ട് പറയാറുണ്ട്, അവിടെ സജാതീയം, വിജാതീയം, സ്വഗതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരേപോലെയുള്ളത്, അല്ലെങ്കിൽ വിജാതീയം, വ്യത്യസ്തമായിരിക്കുന്നത്, അഥവാ സ്വഗതം, പരഗതം, എന്നിൽ തന്നെയുള്ളത്, പരനിലുള്ളത്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊന്നും അവിടെ ഇല്ല എന്നർത്ഥം. തന്നിലുള്ളത്, പരനിലുള്ളത്, വ്യത്യസ്തമായ പ്രകാരത്തിലുള്ളത് എന്നതൊന്നുമില്ല.
കാരണം എന്താണ്? കേവലം ഒന്നായിരിക്കുമ്പോൾ പിന്നെ എന്തിനോടാണ് നമ്മൾ താരതമ്യം ചെയ്യുക? താരതമ്യം ചെയ്യാൻ പറയും. നമ്മൾ പലപ്പോഴും പറയല്ലേ, ത്രിപുടി മുടിയുക, ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാനം, ഇങ്ങനെയുള്ളതായ 3 വസ്തുക്കൾ. പലയിടത്തും നമുക്കത് കാണാൻ പറ്റും. ദർശിക്കുക, കാണുക എന്നുള്ള ക്രിയ. അപ്പോൾ എന്തൊക്കെയുണ്ട് അവിടെ? കാണുന്ന ഇന്ദ്രിയമുണ്ട്, കാണപ്പെടുന്ന വ്യക്തിയുണ്ട്, അതിനെ മനസ്സിലാക്കുന്ന എന്തുണ്ട്? ആ ഫാക്കൽറ്റി അവിടെയുണ്ട്. ഇങ്ങനെ യാതൊന്നുമില്ലാതെ എല്ലാ ത്രിപുടികളും വെടിഞ്ഞുകൊണ്ട് ഭേദത്രയരഹിതവും നിരാലംബ സച്ചിത് സുഖൈക ബ്രഹ്മാകാരം, കച്ചിത് സൗഖ്യമായിട്ടുള്ള സുഖമാകുന്ന ഒരേ ഒരു ബ്രഹ്മത്തിന്റെ സ്വരൂപം, നിരാലംബമായിട്ടുള്ളത്. അത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ഒന്നിനെയും ആശ്രയിച്ചല്ല. ഒന്നിനെ ആശ്രയിക്കണമെങ്കിൽ എന്ത് വേണം? ആധാരമായിട്ട് വേറൊരെണ്ണം ഉണ്ടാകണം. അപ്പോഴേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആശ്രയിക്കാൻ പറ്റുള്ളൂ. അതൊന്നുമില്ലാതെ നിരാലംബമായിട്ടുള്ള സച്ചിത് സുഖൈക ബ്രഹ്മാകാരം, സത്ത്, ചിത്ത്, ആനന്ദം. തന്നെയാണ് ആനന്ദത്തെയാണ് അവിടെ സുഖം എന്ന് പറഞ്ഞത്. സത്ത് തന്നെയാകുന്ന ചിത്ത്. അപ്പൊ സത്ത്, ആ പരബ്രഹ്മം, ആ പരമമായ സത്ത് തന്നെയാണ് എന്ത്? നമ്മുടെ ചിത്ത് എന്ന് പറയുന്നത്. അതെന്താണ്? അത് സുഖം തന്നെയാണ്. സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങൾക്ക് അനുകൂല വേദ്യമായി തീരുന്നതിനെയാണ് സുഖം എന്ന് പറയുക. ഖം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്ന് അർത്ഥം ഇവിടെ. അപ്പൊ ആ ഖം ഇന്ദ്രിയങ്ങൾക്ക് സുഖസംവേദ്യം ആയതിനാണ് നമ്മൾ എന്ത് പറയുക? സുഖം എന്ന് പറയുക. അപ്പൊ സുഖത്തിന്റെ ഇതാണ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇത് അനുകൂലമായി തോന്നുന്നുവെങ്കിൽ എന്ത് പറയും? ഇതിനെ സുഖം എന്ന് പറയും. പ്രതികൂല സംവേദ്യമാണ് ദുഃഖം എന്ന് പറയുന്നത്. സു മാറിയിട്ട് ദുര് എന്ന ഉപസർഗം പ്രയോഗിക്കുക. അപ്പൊ സു എപ്പോഴും നമ്മൾ സുവിന്റെ വിപരീതമായിട്ടാണ് എന്ത് ഉപയോഗിക്കാറ്? ദുര് ഉപയോഗിക്കാറ്, അല്ലെ? സുഗന്ധം, അതുപോലെ ദുർഗന്ധം, സുഗമം, ദുർഗമം, അല്ലെ? സുഗമം, ദുർഗമം എന്നൊക്കെ പറയും. അതുപോലെ എന്താണ്? ദുരന്തം, അല്ലെ? സുഅന്തം. അപ്പൊ ദുരന്തത്തിന്റെ വിപരീതം എന്താണ്? സുഅന്തം എന്നാണ്. സ്വന്തം, സ്വന്തം. അപ്പൊ നമ്മൾ പലപ്പോഴും സ്വന്തം എന്നുള്ളത് അവർ ഓൺ എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുക, അല്ലെ? സ്വന്തം, സ്വന്തമാക്കുക. സ്വം അല്ലാത്തതിനെ സ്വം ആക്കുക, സ്വീകരിക്കുക, അല്ലെ? സ്പഷ്ടമല്ലാത്തതിനെ സ്പഷ്ടമാക്കുന്നതിനെ സ്പഷ്ടീകരിക്കുക എന്ന് പറയുന്നത് പോലെയാണ് എന്ത് പറയുക? നമ്മൾ സ്വം അല്ലാത്തതിനെ സ്വം ആക്കുക, സ്വീകരിക്കുക. ഇത് അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴിത് അങ്ങയുടേതല്ല എന്ന വ്യവഹാരം അവിടെ ഉണ്ട്. അങ്ങ് അതിന് സ്വം ആക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വം എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്താണ്? വിവരണാതീതമായി തന്നെ വർത്തിക്കുകയാണ് പലപ്പോഴും, അല്ലേ? നമ്മൾ സ്വം എന്ന് എപ്പോഴും പറയുന്നുണ്ടെങ്കിലും എന്താണ് സ്വമിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും പറയാറില്ല, നമുക്ക് അറിയാൻ പറ്റാറില്ല, അല്ലെ? അതുപോലെ ഈ ആത്മശബ്ദവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആത്മപ്രശംസ, ആത്മനിന്ദ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആത്മാവ് എന്താണ്? ആത്മാവെന്ന് പറയുന്നത് ഈ സെൽഫ് തന്നെയാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതിന് അവിടെ പ്രശംസയും അതുപോലെ തന്നെ അഭിശംസയും എല്ലാം എന്തായിത്തീരുന്നു? അവിടെ നിർമൂലങ്ങളായി തീരുകയാണ് ചെയ്തത്. അപ്പോ ഇത് എന്താണ്? നിരാലംബമായിട്ടുള്ള സത്തു തന്നെയാകുന്ന ചിത്തിന്റെ സുഖം, സത്ത് ചിത്താകുന്ന ആനന്ദമായിട്ടുള്ള ആനന്ദത്തോട് ഐക്യം ബ്രഹ്മാകാരം, ആ ആനന്ദത്തിനോട് ഐക്യം പ്രാപിക്കുന്നതായ ബ്രഹ്മസ്വരൂപം. ആ സത്ത് തന്നെയാകുന്ന ചിത്ത്, അത് തന്നെയാകുന്ന ആനന്ദം, ഇതിന്റെ ഐക്യം, ഇത് വ്യതിരിക്തങ്ങളല്ല, ഒന്ന് തന്നെ എന്ന് പറയുന്ന ആ ബ്രഹ്മാകാരത്തിലുള്ള ഈഡ്യം. ഈഡ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈളേ. നമ്മള് ഋഗ്വേദം തുടങ്ങുമ്പോൾ തന്നെ അഗ്നിം ഈളേ, ഈള എന്നുള്ളതിന് ഈടേ എന്നും ഒരു പ്രയോഗമുണ്ട്, ഉച്ചാരണമുണ്ട്. നമ്മൾ പൊതുവിൽ കേരളത്തിൽ നമ്മൾ അതിനെ ഉച്ചരിക്കുന്നത് ഈളേ എന്നാണ്. അഗ്നിം ഈളേ എന്നാണ് ഉച്ചരിക്കുന്നത്. പക്ഷെ മറ്റു പലരും എന്താണ്? ഈടേ, അഗ്നിം ഈടേ എന്ന് പറയാറുണ്ട്. വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ, കേരളത്തിൽ നിന്ന് പഠിച്ചവരാണെങ്കിൽ അഗ്നിമീളേ എന്ന് തന്നെ പറയും, അല്ലെ? വിദേശങ്ങളിലൊക്കെ ഉണ്ട്, അല്ലെ? ഇപ്പൊ ഈ ജോർജ് കർഡോണെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ എങ്ങനെ നമ്മൾ ഉച്ചരിക്കുന്നു, കാനഡയും മറ്റാണ് അദ്ദേഹത്തിന്റെ
സ്ഥലം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഉച്ചരിക്കുന്ന പോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യും, ഈ സംസ്കൃതം ഉച്ചരിക്കും. സംസ്കൃതത്തില് അദ്ദേഹം പ്രഭാഷണം നടത്തിയിരുന്നു. ഒരിക്കൽ തൃപ്പൂണിത്തറ ചെന്നപ്പോൾ അവിടെ പരീക്ഷിത് മെമ്മോറിയൽ ലെക്ചർ നടക്കുകയാണ്. അപ്പൊ അതിന് കേൾക്കാൻ ഞാൻ പോയി. അപ്പൊ അവിടെ മുഖ്യമായ പ്രഭാഷണം നടത്തുന്നത് ഈ ജോർജ് കർഡോണ എന്ന് പറയുന്ന വിദേശിയാണ്. ഞാൻ വിചാരിച്ചു ഒന്നൊരു ഇംഗ്ലീഷിലായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അവരുടെ ആക്സെന്റിൽ സംസ്കൃതം പറയുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. അത് കേട്ടാൽ എന്താണ്, അത് ഒരു കേരളീയൻ തന്നെ പറയുന്നത് പോലെയാണ് അദ്ദേഹം സംസ്കൃതം പറയുന്നത്. അപ്പോ അവിടെ ഈ ഡേ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഇളേ. അപ്പൊ എന്താ ഇളേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനെ ഞാൻ ആരാധിക്കുന്നു, വന്ദിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇഡ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധിക്കുവാൻ യോഗ്യമായത്, സമാരാധ്യം ആയിട്ടുള്ള ആ യം ഏതൊരു തേജസ്സിനെയാണോ, ദേവനെയാണോ, അല്ലെ? അവിടെ നമ്മൾ എന്താണ് പറയുന്നത്? തൃക്കാരിയൂര് എന്താണ് പറയാറ്? എന്താണ് അവിടെ? ശങ്കരനാരായണൻ എന്ന് മാത്രമല്ല, പിന്നെ എന്താണ്, അദ്ദേഹത്തെ വൈദ്യനായിട്ടാണ്, വൈദ്യനാഥൻ എന്നാണ് പറയുക. തൃക്കാരിയൂർ ചെന്നാൽ, കോതമംഗലത്തിന് അടുത്തുള്ള സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ ചെന്ന തൃക്കാരിയൂർ വൈദ്യനാഥൻ എന്നാണ് പറയുക. ശങ്കരനാരായണൻ എന്നും പറയും. അപ്പൊ ശങ്കരനാരായണൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ശങ്കരൻ തന്നെ നാരായണൻ. നമ്മളിവിടെ കൽപ്പിക്കുന്ന ഭേദങ്ങളൊന്നും അതിലില്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിൽ, കേരളത്തിലൊക്കെ ആണെങ്കിൽ 7 വിധത്തിലാണ്, 7 രൂപത്തിലാണ് ദേവന്മാരെ പ്രതിഷ്ഠിച്ചത്. ഇത്രയേറെ ക്ഷേത്രങ്ങൾ നമുക്കുണ്ടെങ്കിലും അവിടെയൊക്കെയുള്ള പ്രതിഷ്ഠ ഏതാണ്? 7 എണ്ണമാണ്. ഒന്ന് ശങ്കരൻ, പിന്നെ ഒന്ന് ശങ്കരനാരായണൻ, പിന്നെ ഇത് രണ്ടും ചേർന്ന ശങ്കരനാരായണൻ. അപ്പൊ 3 ആയി. പിന്നെ ആരാണ്? പിന്നെ ദേവി 4. പിന്നെ അവരുടെ മക്കളായി നമ്മൾ സങ്കല്പിക്കുന്നത് ആരൊക്കെയാണ്? ഒന്ന് ധർമ്മശാസ്താവ്, പിന്നെ ഒന്ന് സുബ്രഹ്മണ്യൻ, പിന്നെ ഗണേശൻ. ഇതിന്റെ വിഭിന്ന രൂപങ്ങളാണ് നമ്മൾ ഈ പ്രതിഷ്ഠിക്കുന്നത് ഒക്കെ, അല്ലെ? ഇപ്പോ വിഷ്ണു ആരാണ്? അത് നാരായണൻ തന്നെയാണ്. വിഷ്ണുവിന്റെ ഭേദങ്ങളൊക്കെ, ഭരതനാണെങ്കിലും ശത്രുഘ്നനാണെങ്കിലും ലക്ഷ്മണനാണെങ്കിലും അതൊക്കെ വൈഷ്ണവ തേജസ്സായി കണ്ടുകൊണ്ടാണ്, തദനുസാരികളാണ് അതിന്റെ പൂജാവിധികൾ എല്ലാം തന്നെ. അതുപോലെ ശിവനെ പല രൂപത്തിൽ കാണും. സാംബശിവനായിട്ട് കാണും, അല്ലെ? അല്ലാതെ കാണും. എന്തായിട്ട് കാണും? ചിലപ്പോൾ നമ്മള് കിരാതമൂർത്തിയായിട്ട് കാണും. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ഷേത്രങ്ങളിൽ, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും വലം വെക്കും, അല്ലെ? അവിടെ എന്തായിട്ട് കാണുമ്പോൾ? കിരാതമൂർത്തിയായിട്ട് കാണും. കിരാതമൂർത്തി ആകുമ്പോൾ ശിരസിൽ എന്തില്ല? ഗംഗ ഇല്ലാത്ത പ്രതിഷ്ഠയാണ്. അപ്പോൾ എന്തായിട്ട് കാണുന്നില്ല? ആ അഭിഷേക ജലം പോകുന്ന ചാലിനെ, ഓവിനെ നമ്മൾ എന്തായി കാണുന്നില്ല? അവിടെ നമ്മൾ അതിനെ ഗംഗയായി കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള മൂർത്തിയുള്ള ശിവക്ഷേത്രങ്ങളിൽ പൂർണ്ണമായിട്ടും വലം വെക്കുന്നത്. അല്ലാത്തടത്ത് എന്താണ്? നമ്മൾ അഭിഷേക ജലം പോകുന്ന ആ ചാലിനെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? ഗംഗയായിട്ടാണ് കാണുന്നത്. അതിനെ കവക്കാല് വെച്ച് പോകാനുള്ള പ്രഭാവം നമുക്കില്ല. അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ അതുവരേക്കും നമ്മൾ ബലിക്കല്ലിന് പുറത്തുകൂടെ പോകുന്ന നമ്മൾ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ബലിക്കല്ലിന്റെ ഉള്ളിലൂടെയാണ് പിന്നെ നമ്മൾ തിരികെ വന്ന് നമ്മുടെ ആ യാത്ര, ഇവിടെയാണ് പ്രദക്ഷിണം എന്ന് തന്നെ പറയാവുന്ന. എന്തുകൊണ്ടാണ്? 2 പ്രാവശ്യം നമ്മൾ വലത്തോട്ട് തന്നെയാണ് വീണ്ടും തിരിഞ്ഞ് വരുന്നത്. അപ്പൊ ആ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് അങ്ങനെയാണ്. അവിടെ എന്താണ് കാരണം? ഈ പറഞ്ഞ ഗംഗ എന്നുള്ളതായ സങ്കല്പമാണ്. അപ്പോ ഗംഗാധരനായിട്ടുള്ള ശിവനും ഗംഗയില്ലാത്ത ശിവനും ഉണ്ട്. സാംബശിവനുണ്ട്, അമ്പയോടുകൂടി വർത്തിക്കും. അപ്പൊ ഇങ്ങനെ പല പല രൂപങ്ങൾക്കാണ്. ഇനി ദേവിയുടേതായിട്ട് എടുത്തു കഴിഞ്ഞാലോ, ദേവിയുടെയും നമ്മൾ പാർവതി ദേവിയായിട്ട്, അതുപോലെ തന്നെ ഉമാ കാത്യായിന് പല പല രൂപങ്ങളുണ്ട്, അല്ലെ? ആ രൂപങ്ങളിലൊക്കെ നമ്മൾ കാളിയായിട്ടും ഭദ്രകാളിയായിട്ടും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പൊതുവിൽ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള 7 രൂപങ്ങളിലാണ് പ്രതിഷ്ഠ നടക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ. തമിഴ്നാട്ടിലേക്ക് പോയാൽ എനിക്ക് തോന്നുന്നു വേറെ പല രൂപങ്ങളിലും ഒക്കെ ഉണ്ട്. ഗാന്ധിജിയുടെ ക്ഷേത്രങ്ങളും അങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ശങ്കരനാരായണൻ എന്നുള്ളത് കാണുമ്പോൾ ഈ എല്ലാ പ്രതിഷ്ഠയും ഒന്ന് തന്നെ എന്നുള്ള ആ സമഞ്ജസമായ സന്നിവേശത്തെയാണ് അവിടെ നമ്മൾ കാണുന്നത്. എല്ലാം ഒന്നായി കാണുന്നതാണ് അവിടെ ഉള്ളത്. കാരണം ശിവനും വിഷ്ണുവും എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാം തന്നെ എന്താണ്? അതിൽ അന്തർനിഹിതങ്ങളാണ്. നമുക്കറിയാം എന്താണ്? ദേവിയെ കൂടാതെ ദേവൻ ഇല്ല, ശിവനുമില്ല,
അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനാണെങ്കിലും ലക്ഷ്മി ദേവിയോട് കൂടാതെ ഇല്ല. അപ്പൊ എന്തായി, എല്ലാം തന്നെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഈ പറയുന്നതായ ഈ വൈദ്യനാഥൻ എന്നും അതുപോലെ തന്നെ ശങ്കരനാരായണൻ എന്നും പറയുന്നതിന്റെ അർത്ഥം അതാണ്. വൈദ്യനാഥനാകുമ്പോൾ എന്താണ്, വൈദ്യമാണ്, നമ്മളിൽ നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ഉള്ള വൈദ്യമാണ്, വൈദ്യശ്രേഷ്ഠനാണ്, ഭിഷക് വരനാണ് അദ്ദേഹം എന്ന് പറയുന്ന സങ്കല്പമാണ് അവിടെയുള്ളത്. അപ്പൊ അതെന്താണ്, അത് ബ്രഹ്മാകാരമാണ്, ഈഡ്യനാണ്, ആരാധ്യനാണ്. അങ്ങനെയുള്ള യം ഏതൊരു ദേവനെ കശ്ചിത് മനുഷ്യ മനുജഹ, കശ്ചിത് മനുജഹ ഏതെങ്കിലും ഒരു മനുജൻ, മനുജൻ മാനുഷൻ അല്ലെ, മനുവിൽ നിന്ന് ജനിച്ചവൻ, മനുവിൽ നിന്നുണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനവഹ അല്ലെ, മനുവിന്റെ അപത്യം പുമാൻ, മനുവിന്റെ സന്താനമാണ് മാനവൻ. എന്തുപോലെ രഘുവിന്റെ സന്താനം രാഘവൻ എന്ന് പറയുന്നത് പോലെ മാനവനാണ്. ഏതെങ്കിലും ഒരു മനുവിൽ നിന്ന് ജനിച്ചവെന്ന അർത്ഥത്തിൽ മനുജഹ, മനോഹോ ജാതഹ, മനുവിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായതെന്ന അർത്ഥത്തിൽ നമ്മളെ മനുജന്മാർ എന്ന് പറയുന്നു. കശ്ചിത് മനുജഹ ഏതെങ്കിലും ഒരു മനുജൻ, ഇഹ ക്വചിത് ഇവിടെ, ക്വചിത് ക്വചിത് എപ്പോഴെങ്കിലും ഒരിക്കൽ, എപ്പോഴെങ്കിലും ഒരിക്കൽ, ആത്മത്വേന ബുദ്ധ്വ ആത്മാവായി ബോധിച്ചിട്ട്, എപ്പോഴെങ്കിലും ഒരിക്കൽ മതി, പക്ഷെ അതെങ്ങനെയാവണം, ആത്മത്വേന ബുദ്ധ്വ ആത്മാവായി ബോധിച്ചിട്ടായിരിക്കണം. ബോധിക്കുക എന്ന് പറയുമ്പോ എന്താണ്, ബോധിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയായിട്ട് ഉത്തമമായ ബോധ്യം ഉണ്ടാവുകയാണ്, ഗെറ്റിംഗ് കൺവിൻസ്ഡ്. തോന്നലല്ല, തോന്നിയെന്ന് പറഞ്ഞാൽ എന്താണ്, അത് മറിച്ചും തോന്നാം, പക്ഷെ കൺവിക്ഷൻ എന്ന് പറയുന്നത് ഉത്തമ ബോധ്യം ആണ്. അപ്പൊ ഉത്തമമായ ബോധ്യത്തോടുകൂടി ആത്മത്വേന ബുദ്ധ്വ സ്വസംസ്ഥമായിട്ട്, ആത്മത്വേന ബോധിച്ചോട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യും, ബോധിച്ച് ആ ദേവനെ എന്താണ് അഭയം തേടുന്നതായാൽ, അഥവാ ബോധിച്ചാൽ തന്നെ മതി അല്ലെ, ബോധിച്ചാൽ പിന്നെ എന്താണ് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ ബോധിച്ചാൽ സ്വസംസ്ഥാം വിമുക്തിം യാതി, സ്വസംസ്ഥമായ വിമുക്തിയെ പ്രാപിക്കുന്നു. സ്വസംസ്ഥം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്വസ്ഥം എന്ന് പറയുക അല്ലെ, സ്വമ്മിൽ സംസ്ഥിതി ചെയ്യുന്നത്. അത് തന്നെയല്ലേ നമ്മള് സ്വസ്ഥം എന്ന് പറയാ, സ്വസ്ഥമായിരിക്കുക. എങ്ങനെയുണ്ട്, എന്താണിപ്പോ ചെയ്യുന്നത്, സ്വസ്ഥമായിരിക്കുന്നു. സ്വസ്ഥമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വമ്മിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതിനെന്താ അർത്ഥം, അതായത് യാതൊരു വിധത്തിലുമുള്ളതായ മനസ്സിന്റെ എന്താണ് വ്യാകുലതകൾ ഇല്ലാത്ത അവസ്ഥ, സ്വമ്മിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് സ്വസ്ഥം. നമ്മളെപ്പോഴും പറയാറുണ്ട് സ്വസ്ഥം ഗൃഹഭരണം എന്നൊക്കെ പറയാറുണ്ട്, സ്വസ്ഥനായിരിക്കുക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സ്വസ്ഥം എന്ന പദത്തിന്റെ അർത്ഥം മാത്രം നമ്മൾ ഗ്രഹിക്കാറില്ല. അപ്പോ സ്വസ്ഥനായി തീരുക, സ്വമ്മിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോ ഇതിനെ ബോധിച്ചാൽ മാത്രം മതി. ആ ദേവൻ എന്ത് ചെയ്യുന്നു, വൈദ്യനാഥൻ നമ്മുടെ സമസ്ത രോഗങ്ങളെയും ആവിലതകളെയും, ആവിലമായി തീരുകയാണ്. മനസ്സെപ്പോഴും നമുക്ക് എന്താണ്, ആവിലമായി തീരുകയാണ്. ആവിലമാവുക എന്ന് പറഞ്ഞാൽ എന്താണ്, കലങ്ങുക എന്നാണ് അർത്ഥം അല്ലേ. മഴയൊക്കെ പെയ്യുമ്പോൾ നദി എന്തായിത്തീരുന്നു, നദി ആവിലമായി തീരുന്നു. നല്ല എന്താണ്, കൂലം കുത്തി ഒഴുകുന്ന നദി അല്ലേ. കൂലങ്ങളെ ഭേദിച്ചുകൊണ്ട് കൂലം കഷം എന്ന് നമ്മൾ പറയും. കൂലത്തെ കഷണം ചെയ്യുക, ഭേദിക്കുക അല്ലേ. വിശാലമായിട്ട് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന വാക്കാണ് എന്ത്, കൂലം കഷമായി ചിന്തിക്കുക, കൂലത്തെ ഭേദിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ വിസ്തൃതമായിട്ട് തീരുക എന്നാണ് അതിൻ്റെ അർത്ഥം. പൊതുവെ നമുക്ക് എന്താണ്, ചിന്തയ്ക്ക് എപ്പോഴും എന്താ ഒരു 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 നാരോനെസ് അല്ലെ, പരോക്യൽ ആയിരിക്കും എപ്പോഴും അല്ലെ. അപ്പോൾ അതിൽ നിന്ന് മാറി എന്തായി തീരണം, നമ്മൾ കൂടുതൽ വിപുലതയിലേക്ക് പോകണമെങ്കിൽ, വിശാലതയിലേക്ക് പോകണമെങ്കിൽ കൂലങ്ങളെ ഇടിക്കണം. പക്ഷെ നദിയുടെ കാര്യത്തിൽ വരുമ്പോൾ നദി എന്താവാറുണ്ട്, കലങ്ങാറുണ്ട്. നമ്മളാകുമ്പോഴോ എന്താണ്, നമ്മുടെ ഈ ആത്മാനദി, ആത്മാവാകുന്ന ഈ നദി അതെന്തായിത്തീരണം, അത് സ്വച്ഛമായി തീരണം അല്ലെ. അതെന്താണ്, ആത്മാനദി
സംയമ പുണ്യതീർത്ഥ മഹാഭാരതത്തിൽ പറയുന്നു. ആത്മാവ് എന്താണ്? അതൊരു നദിയാണ്. നിങ്ങൾ തന്നെ, നിങ്ങളുടെ സെൽഫ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നദിയാണ്. ആത്മാ നദി സംയമ പുണ്യതീർത്ഥ, സംയമമാകുന്ന പുണ്യതീർത്ഥങ്ങളോട് കൂടിയതാണ് അതിലെ നദി. അപ്പൊ എവിടെ നമ്മൾ സംയമനം ചെയ്യുന്നുവോ അപ്പോൾ നമ്മൾ എന്തെത്തുന്നു? ആത്മാവാകുന്ന ആ നദിയിലെ തീർത്ഥത്തിൽ നമ്മൾ എത്തുകയാണ്. തീർത്ഥത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറയുകയുണ്ടായി അല്ലെ? വിദ്യാസ്ഥാനങ്ങളാകുന്ന തീർത്ഥങ്ങളെ പറ്റി നമ്മൾ പറയുകയുണ്ടായി. അപ്പൊ തീർത്ഥം എന്താണ്? തീർത്ഥം നമുക്ക് ഒരു നദിയിൽ, ഒരു പുണ്യനദിയിൽ നമുക്ക് അപകടമില്ലാതെ ഇറങ്ങി സ്നാനം ചെയ്യാവുന്ന ആ സ്നാനഘട്ടങ്ങളെയാണ് നമ്മൾ തീർത്ഥം എന്ന് പറയുന്നത്. ഗംഗ ഒരു എന്താണ്? പുണ്യതീർത്ഥമാണ്, അതൊരു പുണ്യനദിയാണ്. പക്ഷെ അതിലെല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യാറില്ല? സ്നാനം ചെയ്യാറില്ല. കാരണം അതിനു വേണ്ടിയുള്ള പ്രത്യേക സാന്നിധ്യമുള്ളതായിട്ട് നമ്മളവിടെ സങ്കല്പിച്ചിരിക്കുക. ഗംഗയിൽ തന്നെ പല സ്ഥലവും എന്തായിരിക്കാം? അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷമുള്ള സ്ഥലങ്ങളുണ്ടാകും അല്ലേ? നദിയാവുമ്പോൾ എന്താണ്? അതിൽ പലതും ഉണ്ടാവും. ആവർത്ത ബുദ്ബുദ തരംഗങ്ങളൊക്കെ അതിലുണ്ടാവും. ആവർത്തം അല്ലേ? അപ്പോ അവിടെ ഭൗഭൂതി പറയുന്നത് പോലെ ആവർത്ത ബുദ്ബുദ തരംഗമയാൻ വികാരാൻ. ആവർത്തങ്ങൾ എന്താണ്? ചുഴികളാണ് അല്ലെ? അപകടകരമായിട്ടുള്ളതായിരിക്കും ചുഴികൾ. ബുദ്ബുദങ്ങൾ അതിലെ കുമളകളാണ്. തരംഗങ്ങൾ അതിൻ്റെ അലകളാണ് അല്ലെ? തിരമാലകളാണ്. അപ്പൊ അതൊക്കെയുണ്ട്. അതിൽ അപകടം കുറഞ്ഞ സ്ഥലങ്ങളാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്? സ്നാനഘട്ടങ്ങളായി കാണുകയും തീർത്ഥങ്ങൾ എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്, നമ്മുടെ ആത്മാ നമ്മൾ തന്നെ അങ്ങനെയാണ്. എന്താണ്? അതിന് അപകടകരങ്ങളായിട്ടുള്ള പല സ്ഥിതിവിശേഷങ്ങളും അതിനുണ്ട്. അത് നാം തിരിച്ചറിയണം അല്ലെ? ചില സ്ഥിതിയിൽ നാം വർത്തിച്ചാൽ അത് തന്നെ നമ്മളെ എവിടേക്കെത്തും? പ്രാണ അപായത്തിന് അത് കാരണമായി തീരും അല്ലെ? ഇപ്പൊ നമുക്ക് അറിയാം, എല്ലാവരും ടെൻഷനിലാണ്, വളരെ ടെൻസായിട്ടുള്ള സിറ്റുവേഷനിലാണ്. ബട്ട് അണ്ടർ കൺട്രോൾ എന്ന് പറയാൻ ചിലപ്പോൾ. പക്ഷേ എപ്പോഴാണോ നമ്മൾ സംയമനം ചെയ്യുന്നത്, നമ്മൾ സ്വയം നിയന്ത്രിക്കുന്നതാണ് സംയമനം. അറിയാമല്ലോ, നിയമം എന്താണ്? നിയമം അതെന്താണ്? നമ്മുടെ ദാറ്റ് ഈസ് ഇമ്പോസ്ഡ് അപ്പോൺ us. അത് നമ്മളിൽ എന്താണ്? ചെലുത്തപ്പെടുന്നതാണ്. ആധികാരികമായിട്ട് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് നിയമം. സംയമം എന്താണ്? നമ്മൾ തന്നെ നമുക്ക് ഏർപ്പെടുത്തുന്ന വിലക്കുകളാണ്, നിയന്ത്രണങ്ങളാണ് നമ്മൾ സംയമനങ്ങൾ എന്ന് പറയുന്നത്. സംയമം പുണ്യതീർത്ഥമാണ്. ആത്മാവാകുന്ന നദിയിലെ പുണ്യതീർത്ഥമാണ് സംയമം. അവിടെ എന്താണ്? അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു, സ്വസ്ഥമാകുന്നു. ആ സ്വാസ്ഥ്യം നമ്മുടെ ശരീരത്തിനും ലഭ്യമായി തീരുന്നു. അപ്പൊ അതാണ് സംയമ പുണ്യതീർത്ഥ. സത്യോദക. ഇനി അതിന്റെ ജലം എന്താണ്? ഈ നദി ഒഴുകുന്നത് എങ്ങനെയാണ്? സത്യോദക, സത്യമാകുന്ന ഉദകത്തോടു കൂടിയിട്ടാണ് ഇത് പ്രവഹിക്കുന്നത്. അപ്പൊ സത്യമുണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ലോകയാത്ര സുഖകരമായി തീരുകയുള്ളൂ. എല്ലായിടത്തും അസത്യം ഗ്രസിച്ചു കഴിഞ്ഞാൽ ലോകയാത്ര തന്നെ ദുഷ്കരമായി തീരും. അതുകൊണ്ടാണ് സത്യോദക, സത്യമാകുന്ന ഉദകത്തോടു കൂടിയതാണ് ആത്മാവാകുന്ന നദി. ശീലതട. അപ്പോൾ അതിന് തടങ്ങളൊന്നുമില്ലേ? തടത്തിനുള്ളിൽ കൂടെ, രണ്ട് തടത്തിനുള്ളിലൂടെയാണല്ലോ നദി പ്രവഹിക്കുന്നത്. അതിനെ ഉല്ലംഘിച്ചു പോകാൻ സാധിക്കില്ല. എപ്പോഴും ആ തടത്തിനുള്ളിലൂടെയാണ് നദി പ്രവഹിക്കുക. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ത് ചെയ്തത്? കൃഷ്ണൻ ദ്രോണരുടെയും അതുപോലെ തന്നെ ആചാര്യന്റെയും നമ്മുടെ ഭീഷ്മപിതാമഹന്റെയും മുമ്പിലായി അർജുനന്റെ രഥം നിർത്തിയത് അല്ലെ? ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം. അർജുനൻ ആ പാരമ്യം കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ? അർജുന, നീ ഒരു കൗരവനാണെങ്കിൽ നീ കൗരവനായ നിനക്ക് അനുല്ലംഘനീയമായ എന്താണ് അതിരാണ് ഭീഷ്മ പിതാമഹൻ അപ്പുറം നിനക്ക് പോകാൻ കഴിയില്ല. അതല്ല, നീ ഒരു ശ്രേഷ്ഠ ധനുർധരനാണ് എങ്കിൽ ആ ധനുർവിദ്യ നീ എവിടെ നിന്നാണ് സമ്പാദിച്ചത്? അത് ദ്രോണാചാര്യനിൽ നിന്നാണ്. ആ ദ്രോണരെയും നിനക്ക് മറികടക്കാൻ പറ്റില്ല. അർജുന, നീയാകുന്ന ആ വീര്യ നദിയുടെ 2 കൂലങ്ങൾ നീ കണ്ടുകൊള്ളുക, എന്നിട്ട് വേണം നീ യുദ്ധം ചെയ്യാനായിട്ട് എന്ന് അവിടെ പറഞ്ഞു അല്ലെ? അത് അർജുനൻ കണ്ടപ്പോഴാണ് ഈ സന്ദേഹങ്ങളെല്ലാം ഉണ്ടായത്, ഈ വികല്പങ്ങളെല്ലാം, ഈ ദ്വാപരങ്ങളെല്ലാം ഉണ്ടായത്. ദ്വാപരം, സംശയം അല്ലേ? 2 പക്ഷവും ഒരുപോലെ പരമായി തീരുക. ദ്വൗ, രണ്ടും
രണ്ട് പക്ഷം പരമായി തീരുക. എന്താണ് പരമായി തീരുക എന്ന് പറഞ്ഞാൽ? അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായതെന്ന് തോന്നുന്നു അല്ലേ? നമ്മളൊരു കവലയിൽ വരുമ്പോൾ ഇടത്തോട്ടാണ് പോകേണ്ടത് എന്ന് തോന്നുന്ന അതേ പ്രാബല്യത്തിൽ തന്നെ വലത്തോട്ടാണ് പോകേണ്ടത് എന്ന് തോന്നിയാൽ എന്തായി തീർന്നു? രണ്ട് പക്ഷവും പരമായി. ഇതിനാണ് ദ്വാപരം എന്ന് പറയുന്നത്. അപ്പൊ ദ്വാപരം എന്താണ്? സംശയമാണ്. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഈ സംശയം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഭഗവത്ഗീത നമുക്ക് കിട്ടിയത്. അപ്പൊ എന്താണ്? ഇതിന് പരിമിതികളുണ്ട്, ഇതിന് കൂലങ്ങളുണ്ട്. ഈ കൂലം എന്താണ്? ശീലതട, ശീലങ്ങളാണ് നിന്റെ കൂലങ്ങൾ. ശീലങ്ങൾ. നമ്മളെപ്പോഴും എന്താണ് ചെയ്യുക? നമ്മുടെ ശീലങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലെ? നമ്മുടെ ട്രേറ്റ്സ് എന്ന് പറയുന്നത്, നമ്മുടെ സ്വഭാവം എന്താണ്? എന്താണ്? ശീലങ്ങൾ. അതിന്റെ എന്താണ്? സം ടോട്ടലാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ശീലമാണ് ഇതിന്റെ തടം. ഓരോ സന്ദർഭത്തിലും നീ ശീലിച്ചതനുസരിച്ചാണ് നീ പ്രവർത്തിക്കുന്നത് അല്ലേ? എന്തെങ്കിലും ഒരു ആപത്ത് വരുന്ന സമയത്ത് എൻ്റെ അമ്മയെന്ന് വിളിച്ചാള് ശീലിച്ചാള് അമ്മയെ തന്നെ വിളിക്കുള്ളൂ. ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് ശീലിച്ചാള് അങ്ങനെ തന്നെയാവും. ചീത്ത പറഞ്ഞ് ശീലിച്ചാള് അത് തന്നെ പറഞ്ഞു പോകും എന്നർത്ഥം. അപ്പൊ അതില്ലാതെ ഇരിക്കണം. ശീലതട, ശീലമാണ് നിന്റെ ആ നദിയുടെ തടം. ദയോർമിഹി, ദയയാണ് അതിലെ ഊർമികൾ. ഊർമികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെ തിരകൾ. നീ ദയ കാണിക്കുന്നതാണ് നിന്റെ ഈ നദിയിലെ അതിന്റെ തിരകൾ. ശീലതട ദയോർമിഹി തത്ര അഭിഷേകം കുരു പാണ്ഡുനന്ദന, അല്ലയോ പാണ്ഡുപുത്ര, നീ അതിൽ അഭിഷേകം ചെയ്യൂ. നീ തീർത്ഥങ്ങൾ അന്വേഷിച്ച് വേറെ എങ്ങും പോകണ്ട. നിന്റെ ആത്മാവാകുന്ന ആ നദിയിൽ നീ എന്ത് ചെയ്യൂ? അവിടെ നീ മജ്ജനം ചെയ്യൂ. തത്ര അഭിഷേകം കുരു പാണ്ഡുനന്ദന. എന്തുകൊണ്ടാണ് പാണ്ഡുപുത്ര നീ അവിടെ അഭിഷേകം ചെയ്യുമെന്ന് പറയുന്നത്? അവിടെയാണ് നിന്റെ സ്നാനമാകേണ്ടത്. ന വാരിണ ശുദ്ധ്യതിച്ച അന്തരാത്മാ, അന്തരാത്മാവ് ജലം കൊണ്ട് ശുദ്ധി ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് നീ നിന്റെ മനസ്സാകുന്ന ഈ ആത്മാ അല്ലെ, മഹാഭാരതത്തിൽ വളരെ എന്താണ് പറയുക, വളരെ അർത്ഥവത്തായ ഒരു ഉപദേശമാണ്. ആത്മാ നദി സംയമ പുണ്യതീർത്ഥ സത്യോദക ശീലതടാദയോർമിഹി തത്രാഭിഷേകം കുരു പാണ്ഡുനന്ദന ന വാരിണ ശുദ്ധ്യതി ചാന്തരാത്മാ എന്ന് പറയുന്നു. അപ്പോൾ ഈ ആത്മാവ്, ഇതിൽ നമ്മൾ മജ്ജനം ചെയ്യുന്ന ആ പ്രക്രിയയാണ് ഇവിടെ പറയുന്നത്. ആ ചന്ദ്രന്റെ കിരണത്തിൽ നമ്മുടെ മനസ്സാകുന്ന ഹൃദയമാകുന്ന ആ ചന്ദ്രകാന്തക്കല്ല് വിലയം പ്രാപിച്ച് ഒന്നായിത്തീരുമ്പോൾ, ഇത് ഒന്നാണ് എന്നുള്ളതായ ആ ബോധ്യം എപ്പോഴെങ്കിലും നമുക്കുണ്ടായാൽ നാം സ്വസ്ഥമായിട്ടുള്ള സ്വമ്മിൽ സ്ഥിതി ചെയ്യുന്നതായ വിമുക്തിം യാതി. ഏതൊരാൾ ചെയ്യുന്നോ അയാൾ വിമുക്തിയെ പ്രാപിക്കും. വിമുക്തി എന്താണ്? വിശേഷണയുള്ള മുക്തി എന്ന് പറഞ്ഞാൽ വീണ്ടും അതിന്റെ പാരതന്ത്ര്യത്തിലേക്ക് വരുന്നില്ല. മുക്തി കിട്ടിയാൽ വീണ്ടും ബന്ധനമില്ല. എന്തിന്റെ ബന്ധനമാണ്? ബന്ധനം എന്തിന്റെയാണ്? ശരീരത്തിന്റെ ബന്ധനം. വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതായ ശരീരപ്രാപ്തി അല്ലേ? ആ ശരീരം അതെങ്ങനെയാകാം? നമ്മൾ ചിത കൊളുത്തുമ്പോ നമ്മൾ പറയുന്നത് സൂര്യം ചക്ഷുർഗച്ഛതു വാതമാത്മാ ദ്യാം ച ഗച്ഛ പൃഥിവീം ച ധർമ്മണ ആപോ വാ ഗച്ഛ യതി തത്ര തേ ഹിതം ഓഷധിഷു പ്രതിഷ്ഠ ശരീരൈഹി. അങ്ങ് ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഇത്രയൊക്കെയാണ്, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അങ്ങയുടെ അന്ത്യേഷ്ടി നടത്തി കഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ അങ്ങയുടെ കർമ്മങ്ങൾക്കനുസൃതമായിട്ട് അങ്ങ് മുക്തി പ്രാപിക്കുകയോ അഥവാ ദേഹലോകത്തെ പ്രാപിക്കുകയോ അതുമല്ലെങ്കിൽ ഭൂമിയിൽ ചരാചരങ്ങൾ ഏതെങ്കിലും ചരാചരങ്ങളുടെ രൂപത്തിൽ വരികയോ അതുമല്ലെങ്കിൽ വെള്ളത്തിൽ ജലജീവികളുടെ ശരീരത്തോടെ വരികയോ ഒന്നും അറിയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ പരിമിതി എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ട്. അതാണ് സൂര്യൻ ചക്ഷു ഗച്ഛതു വാതമാത്മാ എന്നുള്ള അന്ത്യേഷ്ടിയിലെ ആ മന്ത്രം. അപ്പോൾ വീണ്ടും ഇങ്ങനെ ശരീരമെടുക്കാത്ത അവസ്ഥ ഉണ്ടാകും. ഈ തൃക്കാരിയൂർ ഈശനെ ആ താതാത്മ്യം ശരിയായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്നാണ് ഇതിന്റെ അർത്ഥം. നമസ്കാരം. തൃക്കാര്യൂർ ക്ഷേത്രത്തിലൂടെ ഏതെല്ലാം വിഹായസിലൂടെ ഉന്നതമായ വിഭാവനകളിലാണ് സാറ് നമ്മളെ 1 മണിക്കൂർ കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയത് എന്ന് പറയാനാവില്ല. അവസാനം
സാറ് നമ്മളിലുള്ള എല്ലാ ഭിന്നഭാവനകളും ആ ചന്ദ്രകാന്തക്കല്ലിൽ അലിഞ്ഞ് ഇല്ലാതായിത്തീരുന്ന ആ പരമമായ അവസ്ഥയിൽ നമ്മളെ എത്തിച്ചേർത്തു. മഹാഭാരതത്തിലെ പ്രത്യേകിച്ച് ശ്രീകൃഷ്ണന് നേരിടേണ്ടി വരുന്ന വൈതരണി ഇത് ഗുരുവിൻ്റെയും ആചാര്യൻ്റെയും പിതാമഹൻ്റെയും മുൻപിൽ കൊണ്ടു നിർത്തിയിട്ടുള്ള ആ സമസ്യയിലൂടെ ഇന്നത്തെ ഈ പ്രഭാഷണം സാറ് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഹൃദയാകാശത്തിൽ കാണുന്ന ശൂന്യസ്ഥലത്തെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് തങ്ങി നിന്നത് സീക്രട്ട് ഓഫ് ദ ബാനിയൻ ട്രീ എന്നുള്ള ഉദ്ധാലകൻ ശ്വേതകേതുവിന് പറഞ്ഞു കൊടുക്കുന്ന ആ സ്ഥലത്തെ പറ്റി തന്നെയാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു ശൂന്യാകാശം ഉണ്ട്. ആ ശൂന്യാകാശത്തിലാണ് സാക്ഷാൽ ചൈതന്യം കുടികൊള്ളുന്നത് എന്ന് സാറിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ പ്രഭാഷണത്തെ പറ്റി ഡോക്ടർ ശിവകുമാർ. ഒരു സംശയമുണ്ട് സാർ. അത് കച്ചിത് സ്വസംസ്ഥാം എന്ന് പറയുന്നത് നമ്മുടെ വേദാന്തപരമായിട്ട് പറയുമ്പോൾ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഉള്ള ഒരു സ്ഥിതിയാണല്ലോ. അപ്പൊ ആ സ്ഥിതിയെ വ്യക്തമാക്കി തരുന്നത് ഈ തൃക്കാരൂർ ദേശത്തിലെ ദേവന്റെ ആ സാന്നിധ്യം ആ രീതിയിൽ കൂടെ അത് എടുക്കാം അല്ലേ? സ്വസംസ്ഥാനം എന്ന് പറയുമ്പോ അതെ 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 സ്വമ്മിൽ സമ്യക്കായി സ്ഥിതി ചെയ്യുന്ന അവസ്ഥ, അതിനെ ബോധിച്ചുകൊണ്ട്. അപ്പൊ അത് ഓൾറെഡി ഉള്ള അവസ്ഥയാണ്. ഓൾറെഡി അങ്ങനെ തന്നെയാണ്, പക്ഷെ നമുക്കത് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ ആവൃതരായിട്ടിരിക്കുകയാണ്. ആ ആവൃത്തി ഇല്ലാണ്ടാവുമ്പോഴാണ് നിർവൃതി എന്ന് പറയുന്ന അവസ്ഥ. നമ്മളെപ്പോഴും നിർവൃതിയായി എന്നൊക്കെ പറയാറുണ്ട്. സന്തോഷമായി എന്നുള്ള അർത്ഥത്തിൽ നമ്മളെപ്പോഴും നിർവൃതി എന്ന് പറയാറുണ്ട്. പക്ഷെ നിർവൃതി എന്ന് പറയുന്നത് അതല്ല. നിർവൃതി എന്ന് പറയുന്നത് നമ്മുടെ ആ മാനുഷികമായിട്ടുള്ള പരിമിതികളെല്ലാം മാറി പിന്നെ ഭേദബുദ്ധികളെല്ലാം പോകും. കൈവല്യം, കേവലം ഒന്നായിരിക്കുന്ന അവസ്ഥ, അതാണ് നിർവൃതി എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ ഒരു ജലാശയത്തില് ഒരു 100 കുടങ്ങൾ മുക്കി വെച്ചാൽ അതിലൊക്കെ സൂര്യബിംബം ഉണ്ടാവും. അപ്പോ അവിടെ കാണാം? ഓരോന്നിലും നോക്കിയാൽ ഓരോ സൂര്യബിംബത്തെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ പരിമിതി എന്താണ്? ആ കുടത്തിന്റെ ആ കർപ്പരം, അതാണ് അതിന്റെ പരിമിതി. അതിനുള്ളിലാണ് അത് നിൽക്കുന്നത്. ആ കർപ്പരം പോയാൽ പിന്നെ ആ ജലാശയത്തിൽ ആകെ ഒരൊറ്റ സൂര്യബിംബമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതാണ് നിർവൃതി. ആവൃത്തി പോകുന്നത് ഇതുപോലെയാണ്. ഈ ആവൃത്തി അവിടെ നിന്ന് പോകുന്നത്. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ ആകാം. അതെ അതെ ഒന്നുമില്ലാന്ന് കരുതുന്നു. സംശയങ്ങളൊന്നുമില്ല സാറേ. പക്ഷെ ഒരു ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തില് ഇത്രയേറെ ആശയങ്ങള് വിവരിച്ച്, അതുപോലെ തന്നെ തരപ്പ്, തമപ്പ്, ഈയസ്, നിഷ്ഠു, എന്തെല്ലാം ഇതിന്റെ വ്യാകരണത്തിൽ കൂടിയൊക്കെ പോയിട്ട് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകാനായിട്ട് ഫ്രാൻസിസ് സാറിനെ പോലെ ഒരാളെ കിട്ടിയത് നമ്മുടെയൊക്കെ പരമമായിട്ടുള്ള ഭാഗ്യമാണെന്നേ പറയാനുള്ളൂ. അത് സാറിനെ പോലെയുള്ള ഒരു സാറിനെ കണ്ടെത്തി ഇത്ര മനോഹരമായിട്ട് ഇത് വ്യാഖ്യാനം ചെയ്ത് കിട്ടിയത് ഒരു മഹാഭാഗ്യം തന്നെയാണ് എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊള്ളുകയാണ്. സാറ് എന്റെയും കൂടി ഗുരുവാണ്. അതും ഒരു പൂർവ്വജന്മ പുണ്യമാണ് എന്ന് കണക്കാക്കുന്ന വ്യക്തിയാണ് ഞാൻ. സന്തോഷം. ഇന്നത്തെ ഈ പ്രഭാഷണം നമുക്ക് പൂർണ്ണമാക്കാം. നിർവ്വാണ ഷട്കത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി നമുക്ക് പരിസമാപിക്കാം. മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ജിഹ്വേ നഘ്രാണനേത്രേ വ്യോമഭൂമിർയോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർ
न वा पञ्चकोश न वाक्पाणिपादं न चोपस्तवायु चिदानन्दरूप शिवोऽहं शिवोऽहं न मे द्वेषरागौ न मे लोभमोहौ मदो नैव मे नैव मात्सर्यभाव न धर्मो न चार्थो न कामो न मोक्ष चिदानन्दरूप शिवोऽहं शिवोऽहं न पुण्यं न पापं न सौख्यं न दुःखं न मन्त्रो न तीर्थं न वेद न यज्ञ अहं भोजनं नैव भोज्यं न भोक्ता चिदानन्दरूप शिवोऽहं शिवोऽहं न मृत्युर्न शङ्का न मे जातिभेद पिता नैव मे नैव माता च जन्म न बन्धुर्न मित्रं गुरुर्नैव शिष्य चिदानन्दरूप शिवोऽहं शिवोऽहम् अहं निर्विकल्पो निराकाररूपो विभुत्वाच्च सर्वत्र सर्वेन्द्रियाणां न चासङ्गतं नैव मुक्तिर्न मेय चिदानन्दरूप शिवोऽहं शिवोऽहम्